ഇന്നത്തെ കഥയുടെ പേര് മാന്ത്രിക പന്നി. പണ്ട് ഒരു മലമുകളിൽ ക്ലോഡ് എന്നു പേരുള്ള ഒരു കർഷകൻ ഭാര്യയോടൊത്ത് പാർത്തിരുന്നു. ഭാര്യ മിസ്സിസ് ക്ലോഡ് എന്നറിയപ്പെട്ടു. ആഴ്ചയിലൊരിക്കൽ മിസ്റ്റർ ക്ലോഡ് തൻ്റെ കുതിരവണ്ടിയുമായി താഴ്വരയിലൂടെ മാർക്കറ്റിലേക്ക് പോകും. കുതിരയുടെ ചമയത്തോടൊപ്പം ഒരു പറ്റം മണികൾ തൂക്കിയിട്ടിട്ടുണ്ട്. മിസ്റ്റർ ക്ലോഡിന് മലയിൽ വളരുന്ന പ്രത്യേക ഇനം സസ്യങ്ങൾ ചേർത്തുള്ള സ്റ്റൂ വളരെ ഇഷ്ടമാണ്. മാർക്കറ്റിൽ നിന്ന് തിരികെ വീട്ടിലെത്തുമ്പോൾ അയാൾക്ക് തൻ്റെ മെതിയടികൾ ചൂട് പിടിച്ചു കിട്ടണം. വീട്ടിൽ വന്നിട്ട് അയാൾ ചൂടുള്ള മെതിയടികൾ ധരിക്കും. രാത്രിയായാൽ മിസ്സിസ് ക്ലോഡ് ഭർത്താവിൻ്റെ കുതിരവണ്ടിയുടെ മണിയൊച്ച കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും. മലയടി വാരത്തിലെ റോഡിൽ ഭർത്താവിൻ്റെ കുതിരവണ്ടി എത്തിയാൽ ബെല്ലു കേട്ടു തുടങ്ങും. ഓ, ഇനി 2 മണിക്കൂറിനകം എൻ്റെ കെട്ടിയോൻ വീടെത്തുമെന്നാണ് അതിനർത്ഥം. അവർ പുഞ്ചിരിക്കും. പിന്നെ ബാസ്ക്കറ്റും എടുത്ത് തോട്ടത്തിൽ വന്ന് താൻ വളർത്തിയിട്ടുള്ള സ്റ്റൂവിന് വേണ്ടി മലക്കറികൾ ശേഖരിക്കും. എന്നിട്ട് അവ പാകത്തിലരിഞ്ഞ് അണ്ടാവിലിട്ട് സ്റ്റൂ ഉണ്ടാക്കാൻ അടുപ്പത്ത് വയ്ക്കും. പിന്നെയും മിസ്സിസ് ക്ലോഡ് കുതിരവണ്ടിയുടെ മണിമുഴക്കം കേൾക്കും. അപ്പോൾ തൻ്റെ ഭർത്താവ് മെയിൻ റോഡിൽ നിന്നും തങ്ങളുടെ വീടിനടുത്തേക്കുള്ള പാതയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്നവർ മനസ്സിലാകും. ഉടനെ അവർ അദ്ദേഹത്തിൻ്റെ മെതിയടികൾ ഉണക്കാൻ തീയുടെ അരികെ കാണിക്കും. ഒരു ദിവസം പതിവ് പോലെ മിസ്റ്റർ ക്ലോഡ് കുതിരവണ്ടിയിൽ യാത്ര തിരിക്കുമ്പോൾ ഭാര്യയോട് ഗുഡ് ബൈ പറഞ്ഞു. യാത്ര തിരിക്കും മുമ്പ് അയാൾ ഭാര്യയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. താൻ തിരിച്ചു വരുമ്പോഴേക്കും മലയിൽ സസ്യങ്ങൾ കൊണ്ടുള്ള സൂപ്പ് റെഡിയാക്കി വയ്ക്കണം. മുട്ടിച്ചെരുപ്പിന് ചൂട് പകർന്നു വയ്ക്കണം. ഏതായാലും അന്ന് രാത്രി നേരത്തെ തന്നെ മലയടിവാരത്തിൽ നിന്ന് ഒരു സംഗീതം കേട്ടു. ഉടനെ അവർ കരുതി തൻ്റെ ഭർത്താവ് തിരികെ വരുന്നെന്ന്. നേരത്തെയാണെങ്കിലും സ്റ്റൂ തയ്യാറാക്കണമെന്ന് കരുതി അവർ അണ്ടാവ് അടുപ്പിൽ കയറ്റി. തൻ്റെ ഭർത്താവിൻ്റെ കുതിരവണ്ടിയിൽ നിന്നുള്ള മണിമുഴക്കം മിസ്സിസ് ക്ലോഡ് അന്ന് കേട്ടില്ല. കാരണം അവർ അടുപ്പിൽ കരി നിറയ്ക്കുന്ന തിരക്കിലായിരുന്നു. കുതിരക്കോപ്പിൽ നിന്നുയരുന്ന ഈണം മാത്രമേ അവർ കേട്ടുള്ളൂ. യഥാർത്ഥത്തിൽ അവർ കേട്ട സംഗീതം ഉതിർത്തത് പാൻദേവനായിരുന്നു. പാൻദേവൻ ഒരു തമാശയ്ക്ക് പന്നിയുടെ വേഷത്തിൽ മലയടിവാരത്തിലൂടെ ഉലാത്തുകയായിരുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞു കാണും. പന്നിയുടെ വേഷത്തിൽ വന്ന ദൈവം ക്ലോഡിൻ്റെ വീടിന് നേരെയുള്ള റോഡിൽ കടന്നു. തൻ്റെ ഓടക്കുഴൽ വായിച്ചുകൊണ്ടും ഇരുന്നു. വീണ്ടും ആ സംഗീതം കേട്ടപ്പോൾ ഭർത്താവിൻ്റെ മുട്ടിച്ചെരുപ്പുകൾ തീയുടെ അടുത്ത് കാണിച്ചു. വീണ്ടും അല്പം കഴിഞ്ഞപ്പോൾ അവർ വാതുക്കൽ ഒരു ശബ്ദം കേട്ടു. അവർ വിളിച്ചു, കയറി വരൂ, നന്നായി, ഇന്നു നിങ്ങൾ നേരത്തെ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാം റെഡിയായിട്ടുണ്ട്. പാൻദേവൻ വീടിനുള്ളിൽ കടന്നപ്പോൾ അദ്ദേഹം കണ്ടത് മേശപ്പുറത്ത് കോപ്പ നിറയെ സ്റ്റൂ അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. മെതിയടുകളും ചൂട് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നു. എങ്ങനെയുള്ള ആളുകളാവും ഇവിടെ താമസിക്കുന്നത്? അദ്ദേഹം ആലോചിച്ചു. അതെ, തീർച്ചയായും തൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ദൈവത്തെ കണ്ടപ്പോൾ മിസ്സിസ് ക്ലോഡ് അമ്പരന്നു. എന്നാൽ സ്റ്റൂ ധാരാളം ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് അവിചാരിതമായി വന്ന സന്ദർശകനെ അവർ സ്വാഗതം ചെയ്തു. പാൻദേവൻ കയറി വരികയും ക്ലോഡിൻ്റെ വീടിനെ ഭാഗ്യം കടാക്ഷിക്കുകയും ചെയ്ത ആ ദിനം മുതൽ മലയടിവാരത്തിൽ സംഗീതമുയരുമ്പോൾ മെതിയടി ചൂടാക്കുകയും സ്റ്റൂ അടുപ്പിലേറ്റുകയും ചെയ്യും മിസ്സിസ് ക്ലോഡ്.